ഹലോ ഗായ്സ്, നമ്മളിന്ന് പുതിയൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഗെയിമിൻ്റെ പേര് മെറ്റൽ. ഇതൊരു ഹൊറർ സൈക്കോ ഗെയിമാണ്. ഒരു സൈക്കോൻ്റെ ഗെയിമാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ സൈക്കോനെ എടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യണത് ഞാൻ എടുക്കാം. യവന്മാരെല്ലാം ഓരോ ചൊറികളാണല്ലോ. നമുക്ക് ഇവനെടുക്കാം, ഈ കാക്കത്തലേന്. ഫ്ലാഗ്യൂ ഡോക്ടർ. അതിന് നമുക്ക് ഇൻവെൻ്ററി പോയാൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. സ്റ്റാർട്ട് ദി ഗെയിം. ആദ്യം ഞാൻ ഇത് കളിക്കാൻ പോണു. അലാൻ എന്താ ഇത് കളിക്കണം? ഇവിടെ കൂട്ടിൻ്റെ അകത്താണല്ലോ അവിടെ നമ്മള്. ഗൈസ്, ഇത് ലോക്കാണ് കൂടെ. ഗായ്സ്, എനിക്ക് ലോക്ക് പിക്ക് കിട്ടി, പക്ഷെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിൽ അമർത്തിയില്ല. ഇതിങ്ങനെ അമർത്തണം കേട്ടോ അതില്. ചീത്ത കൊള്ളിനാണ് മൈനനി. സിക്സ് കോഡ് ക്രിസ്മസ് ട്രീ. ഗിഫ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റും. ഞാൻ ചുമ്മാ നോക്കിയാണ് ഗിഫ്റ്റ് എടുക്കാൻ പറ്റും. എടുക്കാൻ പറ്റും കേട്ടാ. ഇനി ഗായ്സ്, ഇവിടെ ഒരു 6, ഇവിടെ ഒരു 8, ഇവിടെ ഒരു 9, ഇവിടെ 1. അന്തര് ഇവിടെ എന്താ സാധനം നോട്ട് ബ്ലബ് ബ്ലാ ബ്ലാ ബ്ലാ. ഇത് ഇവിടെ നിന്ന് മുമ്പ് എസ്കേപ്പായി എടുത്ത് എഴുതിയിട്ട് പോയതാണ്. അതായത് ഈ റൂമിൻ്റെ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈ സൈഡിലൊക്കെ ഒരു പാസ്വേഡ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച്. ഇതിൽ കീ ഉണ്ടെന്ന് പറയണത്. ഇവിടെ ഒരു കീ ഇരിക്കുന്നുണ്ട്. ഇത് എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കണം. എന്താ 1 6 8 9 1689. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഈ ഗെയിമിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത് കളി എങ്ങനെയെന്ന് വെച്ചാൽ, ഇവൻ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണം ഇവൻ വരണ സമയത്ത് നമ്മൾ ഇത് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇത് അടയ്ക്കണം. അല്ലെങ്കിൽ ആ സൗണ്ടിൽ ഇത് തുറന്നിട്ട് നമ്മളിപ്പോൾ കൂണ്ടത്തേറി അടഞ്ഞാൽ അത് നമ്മളെ കണ്ടുപിടിക്കും. അതേ നമ്മളെല്ലാം ചെയ്തിട്ട് അതേപോലെ അടച്ചിട്ട് നമ്മൾ അതേപോലെ കൂണ്ടത്ത് കയറി ഇരിക്കണം. അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആവണം. ഗായ്സ്, എനിക്ക് ചുറ്റി കിട്ടിയതാ. ഹാമർ കിട്ടി. വേറൊന്നുമില്ലല്ലോ. ഗായ്സ്, നമുക്ക് ഈ താക്കോൽ എടുക്കേണ്ടത് വെച്ചിട്ട് ഹാമറാണ്. ടൈമൊക്കെ ഉണ്ട് അതില്. പറഞ്ഞു കേട്ടോ ഗായ്സ്, നമ്മൾ എല്ലാം ചെയ്തിട്ട് അതേപോലെ അത് തിരിച്ചെല്ലാം ചെയ്തിട്ട് അടച്ചിട്ടൊക്കെ പൂണ്ടത്ത് കയറിക്കണം. അവൻ വരും. എത്ര സെക്കൻഡ് ആവും? ഞാനാവുമ്പോൾ അവൻ വരും കേട്ടോ. ഇങ്ങനെ നോക്കട്ടെ വരണത്. കാക്കത്തലയൻ. Wait a second. Something's wrong here. Goddamn imagination. അവന് തോന്നിയതാണെന്ന് ഞാൻ പോയി. അവൻ്റെ ഇമാജിനേഷനാണ്. നമുക്കൊരു ഇറങ്ങാം. നമുക്ക് താക്കോല് കിട്ടി ഗൈസ്. എന്തിൻ്റെയോ മീനാ. അതെന്താ കാലാവസ്ഥ? എന്താണ് ഇത്? കാശ് ഇത് സ്പാനർ ഇരിക്കുന്നു. എടുക്കാൻ പറ്റില്ല. റോവറാ. കുറേ സാധനങ്ങൾ കിട്ടി ഗായ്സ് ഇവിടെ നിന്ന്. ഇതിട്ട് പിക്ക് എ പാർട്ട്. ഇത് ഇവിടെ വെക്കണം. ഇനി ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഗായ്സ്, ഞാൻ അറിയാതെ ഇതിൽ തൊടാൻ നോക്കിയപ്പോൾ അതിൽ തൊട്ട് കേട്ടോ. അപ്പോൾ ഇതെന്തൊരു സാധനം? ഗായ്സ്, ഇതിൻ്റെ ബാക്കിയല്ലേ കലണ്ടർ. എന്താ കലണ്ടർ തിരിച്ചു വെക്കാം കേട്ടോ നമ്മൾ. അല്ലെങ്കിൽ അവൻ കണ്ടുപിടിക്കുമോ ഇതിൻ്റെ അപ്പം. ഇതിൻ്റെ താക്കോല്
ഇത് ഇലക്ട്രോണിക് താക്കോല്. അപ്പോൾ ഇതെന്താ താക്കോല്? ഗൈസ് നമ്മൾ നേരത്തെ ഈ പെട്ടി അടിച്ചപ്പോൾ എന്തോ കണ്ടിട്ട് ഇതിൻ്റെ ഈ പെട്ടിയുടെ താക്കോലാണോ? യെസ് ഗൈസ്, ഇത് പെട്ടിയുടെ താക്കോലാണ്. നമുക്ക് മെറ്റൽ സോയും ഒരിതും കിട്ടും, ടാപ്പും. അപ്പോൾ ഇനി നമുക്ക് ടാപ്പ് എങ്ങനെയുള്ളതായിരിക്കും ചിന്തിക്കണം. ഓ ഗായ്സ്, ഇവ ഇങ്ങനെയായിരിക്കും നമ്മളെ കൊല്ലണത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തുറന്നിട്ട് അവൻ കണ്ടുപിടിച്ചാൽ നമ്മൾ കൂണ്ടതിങ്ങനെ നമുക്ക് ഷോക്ക് ഓണാക്കും. ഗായ്സ്, ഇത് ഇൻസുലേഷൻ ടാപ്പല്ലേ? അപ്പം ഞാൻ നേരത്തെ കണ്ടപ്പോൾ തറയിൽ ഇത് കണ്ട് ഇത് ഒട്ടിക്കാൻ പറ്റുമോ? അപ്പോൾ ഗായ്സ്, ഇത് റിയൽ വേൾഡ് പോലെയാണ് കേട്ടോ, വേൾഡ് പോലെയാണ്. അങ്ങനൊക്കെ പറ്റും. 1 ആദ്യമില്ലേ ഡൗട്ടാണ് ഈ വീണ്ടും ഈസ്റ്റ് വാക്കിൻ്റെ അതൊക്കെയാണെന്തോ. നോർത്ത് ഈസ്റ്റ് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഏതായിരിക്കും? നോർത്ത് ഈസ്റ്റ് ഏതായിരിക്കും ഗൈസ്? നോർത്ത് ഈസ്റ്റ് ഗൈസ്, ഞാൻ പറഞ്ഞത് ഇതിൻ്റെ നോർത്ത് ഏത് ഈസ്റ്റ് ഏത് എനിക്കങ്ങനെ അറിയാടേ. നമുക്ക് ഇങ്ങനെ അടിച്ചു നോക്കാം ആദ്യം. 1986 1986 1986. ഇതല്ല. 1689. മൊത്തം ഹെൽമെന്ന് വേറെ. അയ്യോ തുറന്നു ചത്തുപോ. കേടാത് ഇത് തുറന്നു വെച്ചിട്ടൊന്ന് ഞങ്ങൾക്ക് ഇരിക്കണം. അതല്ല ഗൈസ് പാസ്വേഡ്. കറക്റ്റ് മനസ്സിലായില്ല അതാണെന്ന്. അപ്പൊ ഇത് നോർത്ത് ഈസ്റ്റ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? എന്റെ ഗുഡ് ഇമാജിനേഷൻ ഉണ്ടാ. എന്തൊരു ചെയ്യും നമ്മൾ? ഈ വെതറിൻ്റെ വല്ല കാണണം നോട്ട്. ഒന്നും മനസ്സിലാവണം എന്തിനാണ് ചെയ്യേണ്ടത് ഇപ്പം. അതല്ല പാസ്വേഡ്. ഈ വീടിൻ്റെ നോർത്ത് ഏത് സൗത്ത് ഏത് എനിക്കെന്നെ അറിയാം. ഈ പള്ളി എന്തരടേ? നോർത്ത് വെസ്റ്റ്. ഇതിൻ്റെ നോർത്ത് ഏതാ ഗെയിമിൻ്റെ? അറിയാത്ത കാര്യത്തിന് പോയാ. അപ്പം 9861 അടി നോക്കാം. അതുവാണെങ്കിൽ എല്ലാം അടച്ചിട്ടുണ്ടല്ലോ ഞാൻ. നയൻ 861. ഇനി ചിലപ്പം 9167 ആയിരിക്കും. ഇതിൻ്റെ എന്തിനാണ് ഞാൻ ചെയ്യേണ്ടത്? Wait a second. Something's wrong here. Who opened the locker? അപ്പോൾ ഗായ്സ്, നമ്മൾ ആദ്യത്തെ കളിയിൽ സക്സസ്ഫുള്ളി ഫെയിലായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കളി നമ്മൾ ചത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലൈഫ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ഇപ്പോൾ വരാം, യൂട്യൂബിൽ പോയി നോക്കിയാലോ ഇത്. ഹലോ. അപ്പോൾ ഗായ്സ്, എനിക്കിത് ലോക്ക് അടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ
ഞാൻ യൂട്യൂബ് കയറി നോക്കി എങ്ങനെയാണ് ഇതൊന്നും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം അടിച്ചിട്ട് 8691 എന്നാണ്. എന്നാ അറിയാം 8691. അതുമല്ലേ അപ്പം എങ്ങനെയാടാ 8691? ഇത് ഇങ്ങനെയല്ലേ? അപ്പം എങ്ങനെയാണത്? അയ്യോടാ ഇതിനെ തുറക്കണം ഞാൻ പോയിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുള്ള എങ്ങനെയാണെന്നത്. 8691 വരേണ്ടതാണല്ലോ 8691. ഇമാജിനേഷൻ തന്നെ ഉണ്ടാവോ? എന്താണ് വരാത്തത്? ഇങ്ങനെയല്ലേ വരാ? എന്താ 8691. അടിച്ചു നോക്കട്ടെ. 8691 കിട്ടി ഗായ്സ്, കിട്ടി. നമുക്ക് ലോക്ക് കിട്ടി. സെറ്റ് ലോക്ക് കേട്ടോ. ഡോർ ഓപ്പൺ ഗായ്സ്, ഓപ്പൺ ആയി ഗായ്സ്. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റ് എന്തിനാണ് ഗായ്സ് സത്യം പറഞ്ഞാൽ? പക്ഷെ ഒരു മീൻ കക്കൂസ്. എന്തരുടെ കക്കൂസിൻ്റെ അതൊക്കെ മീനുണ്ടോ? ഇത് നമ്മുടെ ഇതിൻ്റെ മെറ്റൽസ് വെച്ച് ഇത് മുറിക്കാൻ പറ്റൂലേ? ഇല്ല ഗായ്സ്, ഇതിട്ടത് മുറിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ മുറിക്കും? ഒന്നും മനസ്സിലാവുന്നല്ലോ. ലോക്കർ ഓർമ്മ ഉണ്ടെന്ന്. ഇന്നലെ കൊല്ലം ഉണ്ടോ അടി? എന്തൊരു സാധനം? അയ്യോ, ഇത് പോയി അടക്കിട്ട് ഞാൻ. തുളയ്ക്കാനും പറ്റിയില്ല. അപ്പം വന്ന് പിടിക്കാൻ സ്ക്രൂ ഡ്രൈവർ കിട്ടി കഴിച്ചു നമുക്ക്. ഞാനാരാ ബുദ്ധിമാൻ? ഞാൻ അന്ന് മറ്റേ വേറൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മണ്ട ഇരിക്കണ നോക്കിയതാണ്. നീ പോടാ. അപ്പം സംതിങ് റോങ് ഹിയർ. സംതിങ് റോങ്. ഇത് പറയാനാണ് നിനക്ക് ഇത്രയും സമയം? അതാണ് ദേഷ്യം വേണം എനിക്ക്. ഗുഡ് ഇമാജിനേഷൻ ഉണ്ടോ? പോവാൻ നമുക്ക് നമ്മുടെ പണിയാണ് നമുക്ക്. അപ്പോൾ ഇത് വെച്ച് ഇത് മുറിക്കാൻ പറ്റുമോ? ഇത് വെച്ചോ? കലണ്ടർ ഇവിടെ വെക്കണമെന്ന് എനിക്ക് തോന്നണം. അങ്ങനെ നമുക്ക് കലണ്ടർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ പുറത്തേക്കും. ഇനി നമുക്ക് പരിപാടി ചെയ്യാം. അയ്യോ, ഇത് ഓപ്പൺ ആക്കിട്ട് പോയിട്ട്. ഇതിന് നമ്മൾ ക്ലോസ് അടിക്കുമ്പോൾ ഇത് ഓൺ ആവും കേട്ടോ. അതാണ് കാര്യം. ഇതിട്ട് ഊരാൻ പറ്റൂല. അതെ, നമുക്ക് ബോൾട്ട് കട്ടർ കിട്ടി. അപ്പോൾ ഇതിട്ട് ഇത് മുറിക്കാൻ പറ്റുമോ? ഗായ്സ് സൂപ്പർ, നമ്മൾ മുറിച്ചല്ല. ക്രോബാർ കിട്ടി. പൊളിച്ച് ഗായ്സ്. നമ്മളെ കളി മാസാണ്. ആസിഡാ? അപ്പോൾ ആസിഡൊക്കെ ഇട്ട് എന്ത് ചെയ്യണം? എന്താ ഈ ക്രോബാറിട്ട് എന്തെങ്കിലും കളി ഉണ്ടാവും ഇവിടെ? ക്രോബാറിട്ട് ഇത് മുറിക്കാൻ പറ്റുമോ? ഇതൊന്നും ഇതിനാണ് ഈ ഇത് മുറിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അത് തന്നെ വയസ്സ് കിട്ടി. കലണ്ടർ ഇവിടെ വയ്ക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാധനം ഇവിടെ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇതെന്തിനാണ്? ഇതൊക്കെ പോലെ ചെയ്യാൻ പറ്റുമോ? അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ സാധനം ഇട്ട്. ഈ ചെയിൻസ് എന്തിനാണ് മറ്റേ സാധനം?
എന്തിനായിരിക്കും ഈ സാധനം? ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിട്ട്. ഇതിട്ട് വല്ല കളിയുണ്ടല്ലേ ഒന്നും? ടീം എത്ര ഉള്ളോ? ഇത്ര ഉള്ളോ ഇനി ചെയ്യാൻ? നീ ഇതിട്ട് എന്തിനാണ് ചെയ്യേണ്ടത്? ഈ സ്വമായിട്ട് ഇതൊന്നും ചെയ്യാനില്ലല്ലോ ഇനി. കയറെന്തര്? അവിടെ മറ്റേ മുയലിന്റെ തല ഇരിക്കുന്നു, മറ്റേ കണ്ട അതില്. വലിയ മാസം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ ഉണ്ടാവും ഇതിൻ്റെ ഇടയിലോട്ട്. എന്തിനാണ് ഇപ്പൊ ചെയ്യുന്നില്ല എല്ലാം? പ്ലക്കർ വല്ല ഇരിക്കണം അതിൻ്റെ അതും ഇരിക്കണം. പ്ലക്കർ എടുക്കാൻ പറ്റില്ല, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോളി എന്ത് ചെയ്യും നമ്മള്? നീക്കാനും പറ്റിയെന്നെങ്കിൽ ഇത്തിരി സൗകര്യമായിരുന്നു. ഇവിടെ എന്തിനാ ചെയ്യാൻ? ഞാൻ അത് പിടിച്ച് നീക്കി, അപ്പൊ എനിക്ക് ലിവർ കിട്ടി. ലിവർ എന്തിന്? ഇതൊക്കെ എന്തിനാണ്? ഇതിട്ട് ഇത് നീക്കാൻ പറ്റുമോ? എന്ത് കിട്ടി എനിക്ക്? ഞാനൊരു ഉഗ്രം കളി തന്നെ ഗൈസ്. ഇത്തിരി മാസ കളിയാണിത്. ഭയങ്കര ചിന്തിക്കാനുണ്ട് ഇതിൽ. ഞാൻ നേരത്തെ അത് കണ്ടില്ലായിരുന്നു കേട്ടോ, അതാണ് സംഭവം. ഇത് നമുക്ക് ബോൾട്ട് ഇളക്കാൻ പറ്റുമല്ലേ? ഇനി ഇതിനെ നീക്കാൻ പറ്റുമോ? ഇത്തിരി ബുദ്ധി വേണം അതിന്. അപ്പൊ ഇതാണ് അതിന്റെ ഉപയോഗമായിരിക്കും ഇത്. നീക്കറ സാധാരണ നീക്കാൻ പറ്റൂലല്ലേ ഇത്? പെട്ടെന്ന് പോയി അതൊക്കെ കാണാം. അപ്പം വരണ് പെട്ടുപോ. നമ്മൾ അതിനെ ഇടിച്ച് പൊളിച്ച് കഴിച്ചു മതിലിനെ. ഇത് 2 പാർട്ടാക്കി ഇടണോ അതാ ഇങ്ങനെ ഇടണോ? അപ്പം തന്നെ 17 മിനിറ്റായി. ഇത് എന്തിനാ ചെയ്യുന്ന കേട്ടോ? അതിൻ്റെ വെച്ചിട്ട് പോയി എന്തിനാ വെച്ചത് അതിൻ്റെ അകത്തൊന്ന്? അല്ലാതെ ഞങ്ങൾ ചെയ്തിട്ട് പോയാടേ, എനിക്ക് ഓർമ്മയില്ല. Something's wrong here. Something wrong here. Goddamn imagination. അതെന്നെ പോ, വീട്ടിൽ പോ. നമുക്ക് വെളിയിറങ്ങാം. ഇവ എന്തിനാ ഇവിടെ വെച്ചിട്ട് പോയത്? നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. എടുത്തെന്തൊരു സാധനം. ഇനി പോയിട്ട് അത് എസ്കേപ്പ് ആകാൻ പറ്റും നോട്ട്. പക്ഷേ അടച്ചിട്ട് വന്നിട്ട് ഇനി എസ്കേപ്പ് ആകാൻ പറ്റും? ഞാൻ ആടാ അതിന് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എത്തി ഗൈസ്. ഗിഫ്റ്റ് കിട്ടി നമുക്ക്. ലിവറിന് ഇവിടെ വയ്ക്കണം. നമ്മളിത് ലിഫ്റ്റ് വഴിയാണ് എസ്കേപ്പ് ആകുമെന്ന് തോന്നുന്നത്. Elevator. ഒന്നും ചെയ്യേണ്ടത് ഇതിനെങ്ങനെയൊക്കെ മോളിൽ കൊണ്ടുവരും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മോളിൽ കൊണ്ടുവരാൻ വഴിയുണ്ടോ? ബുദ്ധിയോട് ഇത് കളിക്കാൻ. എന്തിനാണ് നമ്മള് വട്ടാണ് കളിച്ചു നോക്കി. ഇതൊന്നും എനിക്ക് പറ്റിയ ഗെയിമല്ല ഗായ്സ്. ഭയങ്കര ചിന്തിക്കൽ ഗെയിമാണ് ഇതൊക്കെ. ആരെ വന്നത് പോലെ ഉണ്ടല്ലോ. വന്നല്ലോ ചെയ്യാൻ പറ്റും.
നോക്കില്ലല്ലോ. എന്താണ് ചെയ്യേണ്ടത് എനിക്ക് എന്തോ മനസ്സിലാവുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം മഞ്ഞ? എന്തിനാണ് ചെയ്യേണ്ടത്? എന്തോ ചെയ്യാണ്ട് ഇവിടെ ഒന്നുമല്ല ചെയ്യാൻ. ഒന്നും ഞാൻ വരുത്തിയിട്ട് അങ്ങ് പോയാലോ? അറിയാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ നിന്ന്. എന്തിനാണ് ചെയ്യേണ്ടത്? ഈ ഡോർ ഓപ്പൺ ആക്കിയല്ലോ എസ്കേപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. ക്ലോസായി വെച്ചിട്ടല്ലേ കാര്യമൊന്നുമില്ല. അവനെ വരുത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ? തത്താനും കുഴപ്പമില്ല. എന്തോ ഇവിടെ ഉണ്ട്. പക്ഷെ എന്തോ എന്തിനാണിപ്പോൾ ചെയ്യേണ്ടത്? ഒന്നും മനസ്സിലാവില്ല. ഷിഷ് അല്ല, ഇത് ചുമ്പക്കാരം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എന്തൊക്കെ ഉണ്ടല്ലോ. ആപ്പ് പറയുമ്പോ എടാ അത് അള്ളാഹ്, നമ്മൾ റോപ്പെടുത്ത് തറയിട്ട് അവ ഇപ്പോൾ ഒരു വൈകി മിക്കവാറും സൗണ്ട് ഉണ്ടായ. എന്തിനാണ് ചെയ്യേണ്ടത് ഇവിടെ? ഒന്നും ചെയ്യാനും പറ്റില്ല, അനങ്ങാനും പറ്റില്ല. കാര്യം ചെയ്യാം. എന്തിന് ബുദ്ധി ഒരു സൗണ്ട് ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്ന അറിയാം. നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു താഴെ അറിയാം. കമൻറ്റിൽ ഒന്നും മനസ്സിലാവില്ല. എനിക്ക് എന്തിനാണ് ചെയ്യേണ്ടത്? എലിവേറ്ററാണെങ്കിൽ വരണമില്ല. എന്ത് ചെയ്യണം മനൂറ്? എൻ്റെ ദേഹത്തെല്ലാം സാധനം വല്ലതും ഉണ്ടോ? ഇവനാണെങ്കിൽ ഒന്നിനും കൊള്ളാത്തത്. അഴുകി പുഴുത്തായി. ഇങ്ങനെ വരുത്തതിന് first you need to lift the elevator. sound ഉണ്ടാവണം അങ്ങനെ. ഒന്നും മനസ്സിലാവില്ല. ഞാൻ അങ്ങോട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് എന്തിനാണെന്നത് ഒരു കുന്തോ മനസ്സിലാവില്ല. കാഴ്ചത് എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ഒരു കുന്തോ മനസ്സിലാവില്ല. വീഡിയോ കണ്ടപ്പോൾ അതിനെയും കാട്ടി ഒന്നും മനസ്സിലായില്ല. അതാണ് കാര്യം. നമ്മൾ ഇതിലുണ്ട്. എലിവേറ്റർ ഉണ്ട്. ഇത് ഓണാക്കാൻ പറ്റുമോ? നോ പവറാ. ഇത് ഓണാക്കി പവർ ഇതിവിടെ എന്തൊക്കെയാണോ? ഇതെന്തേ സാധനം? നമുക്ക് പ്ലാങ്ക് കിട്ടിനെങ്കിൽ എൻ്റെ അവിടെ വയ്ക്കാന്നാ പറയണത് യൂട്യൂബിൽ. പ്ലാങ്ക് കിട്ടണ്ടേ എനിക്ക്? എന്താ സാധനം? എവിടെ നിന്നെങ്കിലൊക്കെ ഒരു പ്ലാങ്ക് താടേ എനിക്ക്. പ്ലാങ്ക് എവിടെ നിന്നൊക്കെ അറുത്ത് തരും. ഇവിടെ നിന്ന് ഇത്രയും കിടക്കണം കമ്പ്. എന്നിട്ട് അതിനൊന്നും അറക്കാടുക്കാൻ പറ്റൂല.
ആരും നോക്കട്ടെ ഒന്നുകൂടി എൻ്റെ അത് കൊന്തോ ഇല്ലല്ലോ. ഓ കിട്ടി സാർ, കിട്ടി കിട്ടി. നമുക്ക് സംഭവം കിട്ടി. മറ്റേ ഇവിടെ വെക്കാനുള്ള ഇതുകൊണ്ട് അവിടെ വെക്കണം നമുക്ക് ഡോർ ബോൾട്ട്. വെയ് ആ വെച്ച് ഇനി നമുക്കിത് ഓണാക്കി വെച്ച് നോക്കിയാലോ. What the hell? ഓടാ, ഓണാക്കി നമുക്ക് ആവശ്യമില്ല, നമുക്ക് കയറി ഓടാം. പെട്ടെന്നൊന്ന് മാറിയത്. Come on, hurry up. Come on, hurry up. Open the door right now. Where are you? താഴെ വെള്ളമല്ലേ, നമ്മളിപ്പോ ചാവൂലേ? എന്തരടി God damn you! Superman. പെട്ടെന്ന് ഇറങ്ങി ഓടിയാൽ മതി. ഇനിയും ചാവും. നമുക്ക് അവളെ നോക്കണം, നമുക്ക് നമ്മുടെ കാര്യം നോക്കി മുങ്ങാം. ഒരു മീൻ കിട്ടി, അങ്ങ് ഓടാം. നമ്മൾ ജയിച്ചു. യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റ.